അപ്പോൾ ഈ ഷോർട്ട് നോട്ട്സ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് റിവൈസ് ചെയ്യാൻ. കാരണം നമുക്ക് അത്രയും അറിയില്ലാത്ത അല്ലെങ്കിൽ അത്രയും ഓർമ്മ നിൽക്കാത്ത കാര്യങ്ങൾ മാത്രം ഷോർട്ട് നോട്ടായിട്ട് പ്രിപ്പയർ ചെയ്താൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ മോക്ക് ടെസ്റ്റ്. ശരിക്കും ഞാൻ ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ മോക്ക് ടെസ്റ്റും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. തുടക്കത്തിലൊക്കെ എനിക്ക് നെഗറ്റീവ് ഒക്കെ ഭയങ്കര കൂടുതലായിരുന്നു. ഈ സ്കിപ്പ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതും ഏത് എക്സാം എഴുതിയാലും സ്കിപ്പ് ചെയ്യുന്നത് അനാവശ്യമായിട്ടുള്ള നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആ ഒരു രീതിയിൽ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കാൻ ശരിക്കും മോക്ക് ടെസ്റ്റ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ പേര് ആരതി. ഞാൻ 2022 സിവിൽ എഞ്ചിനീയറിംഗ് പാസ് ഔട്ടാണ്. CET-യിലാണ് പഠിച്ചത്. പാസ് ഔട്ടായ ഉടനെ തന്നെ ഞാൻ ഒരു ഗേറ്റ് കോച്ചിങ് എടുത്തിരുന്നു. അത് കഴിഞ്ഞ് 2023 ഫെബ്രുവരിയിലാണ് ഞാൻ സിവിലിയൻസിൽ ജോയിൻ ചെയ്യുന്നത്, AE ബാച്ചിൽ. അപ്പോൾ നവംബർ വരെ കോച്ചിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞുള്ള 2024 ഫെബ്രുവരിയിലുള്ള ഗേറ്റ് എക്സാം ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു, ക്വാളിഫൈ ആയി. അതിനുശേഷം NPCIL, ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, എന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ഇൻ്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ജൂണിൽ ആയിരുന്നു ഇൻ്റർവ്യൂ കഴിഞ്ഞ് ജൂലൈയിൽ റിസൾട്ട് വന്നു. ഞാൻ സെലക്ട് ആയിട്ടുണ്ട്. പാസ് ഔട്ട് ആയപ്പോൾ തൊട്ട് ജോബായിരുന്നു എൻ്റെ പ്രയോറിറ്റി. അപ്പോൾ അതിനുശേഷമുള്ള എല്ലാ സിവിൽ എഞ്ചിനീയറിംഗ് എക്സാംസും ഞാൻ അപ്ലൈ ചെയ്യാറുണ്ടായിരുന്നു, എഴുതാറുണ്ടായിരുന്നു. നമുക്കറിയാം ഗേറ്റിന് MTech-ന് വേണ്ടിയിട്ട് 3 ഇയർ വാലിഡിറ്റി ഉണ്ട് ഗേറ്റ് ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു പ്ലാനിലാണ് ഞാൻ ഗേറ്റ് അപ്ലൈ ചെയ്തത്. അപ്പോൾ എനിക്ക് ജാനുവരി വരെ, ഞാൻ പറഞ്ഞു എല്ലാ എക്സാം അപ്ലൈ ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ജാനുവരി വരെ എനിക്ക് ഒരുപാട് എക്സാംസ് ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ എഴുതിയിരുന്നു. ആ ഒരു ജാനുവരി തൊട്ട് ഉള്ള ഫെബ്രുവരി 4-ലായിരുന്നു എനിക്ക് ഗേറ്റ് എക്സാം. ആ ഒരു ചെറിയ ഗ്യാപ്പിലാണ് ഞാൻ 2024 ഗേറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ എൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഗേറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് നോക്കിയിരുന്നു. ഇനിഷ്യലി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, എന്നാലും എല്ലാം ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് പറ്റി. പിന്നെ ഗേറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഷോർട്ട് നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്തിരുന്നു. അപ്പോൾ ഈ ഷോർട്ട് നോട്ട്സ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് റിവൈസ് ചെയ്യാൻ. കാരണം നമുക്ക് അത്രയും അറിയില്ലാത്ത അല്ലെങ്കിൽ അത്രയും ഓർമ്മ നിൽക്കാത്ത കാര്യങ്ങൾ മാത്രം ഷോർട്ട് നോട്ടായിട്ട് പ്രിപ്പയർ ചെയ്താൽ അത് ഭയങ്കര നല്ലതായിരിക്കും. അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് റിവൈസ് ചെയ്യാനൊക്കെ. ഇങ്ങനെയാണ് ഞാൻ 24 ഗേറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തത്. ഇനി സിവിലിയൻസിലേക്ക് വരികയാണെങ്കിൽ, ഇവിടുത്തെ ക്ലാസ്സസ് എന്നെ ഒരുപാട് എൻ്റെ കൺസെപ്റ്റ് ഇമ്പ്രൂവ് ചെയ്യാനും ക്വസ്റ്റ്യൻസ് ഒക്കെ സ്പീഡിൽ ചെയ്ത് ശീലിക്കാനും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ മോക്ക് ടെസ്റ്റ്. ശരിക്കും ഞാൻ ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ മോക്ക് ടെസ്റ്റും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. തുടക്കത്തിലൊക്കെ എനിക്ക് നെഗറ്റീവ് ഒക്കെ ഭയങ്കര കൂടുതലായിരുന്നു. ഒരു 10+ നെഗറ്റീവ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ആയപ്പോൾ ആ ടൈമിൽ നിന്നുകൊണ്ട് തന്നെ, ആ ഒരു ടൈം കൺസ്ട്രെയിനിൽ നിന്നുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ച് അറിഞ്ഞുകൂടാത്ത സ്കിപ്പ് ചെയ്യാനും, ഈ സ്കിപ്പ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതും ഏത് എക്സാം എഴുതിയാലും സ്കിപ്പ് ചെയ്യുന്നത് അനാവശ്യമായിട്ടുള്ള നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്ത് അറിയാവുന്ന മാത്രം കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുന്നതാണ് മോക്ക് ടെസ്റ്റ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കാൻ ശരിക്കും മോക്ക് ടെസ്റ്റ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവസാനമൊക്കെ ആയപ്പോൾ ഉള്ള എക്സാംസിനൊക്കെ എനിക്ക് നെഗറ്റീവ് ഒക്കെ ഒരുപാട് കുറയ്ക്കാൻ മോക്ക് ടെസ്റ്റ് ആണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിരുന്നത്. പിന്നെ ഫാക്കൽറ്റീസിലേക്ക് വരികയാണെങ്കിൽ, ജീവ മിസ്, ആനന്ദ് സർ, ഗൂഗിൾ സർ, ജിഷ്ണു സാർ, ഇവരൊക്കെ കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കി തരാൻ, മാത്രമല്ല ഒരു ക്വസ്റ്റ്യനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുക, അതിപ്പോൾ ഗേറ്റിലെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും AE ക്വസ്റ്റ്യൻസ്, ഓവർസിയർ ആണെങ്കിലും എങ്ങനെയാണ് അതിനെ കൃത്യമായ സമയത്ത് അതിനകത്ത് എങ്ങനെ അപ്രോച്ച് ചെയ്യുക, ഈ കറക്റ്റ് ടൈമിൽ എങ്ങനെ സോൾവ് ചെയ്യുക, ഇതൊക്കെ ഞാൻ അവരിൽ നിന്നാണ് പഠിച്ചത്. ഇപ്പോൾ സ്റ്റഡി സ്ട്രാറ്റജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത്ര സമയം പഠിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ അങ്ങനെ ഫോളോ ചെയ്തിരുന്ന ഒരാളല്ല. പക്ഷേ ഒരു ദിവസം ഒരു ടാർഗറ്റ് ഉണ്ടായിരിക്കണം. ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുകയാണെന്നുള്ളൊരു ഉറപ്പ് നമുക്ക് വേണം. ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മുടെ വീക്ക് പോയിന്റ്സ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, നമ്മൾ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നുണ്ട് എന്നുള്ളൊരിത് നമുക്ക് വേണം. ഇനി സിവിൽ എഞ്ചിനീയറിംഗ് എക്സാംസ് ഇനി അറ്റൻഡ് ചെയ്യാനുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഇനിഷ്യലി ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇപ്പോൾ എല്ലാ എക്സാംസും നമുക്ക് ആദ്യം തന്നെ ക്വാളിഫൈ ആവണം കിട്ടണം എന്നൊന്നുമില്ല. എനിക്കും അങ്ങനെ അല്ലായിരുന്നു. ഇനിഷ്യലി എനിക്കും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ആദ്യം ഒന്നും കിട്ടുന്നൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഓരോ തവണയും ഞാൻ എപ്പോഴും ഫോളോ ചെയ്തിരുന്നത്, ഓരോ എക്സാമും കഴിയുമ്പോഴേക്കും എന്തുകൊണ്ടത് പാടായിരുന്നു, അല്ലെങ്കിൽ ഓരോ തവണ സെൽഫ് അനാലിസിസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓരോ എക്സാം കഴിയുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്, സ്ട്രോങ് ആൻഡ് വീക്ക് പോയിന്റ്സ് മനസ്സിലാവുന്നത്. അപ്പോൾ അതിൽ മാക്സിമം വർക്കൗട്ട് ചെയ്യുക. വീക്ക് പോയിന്റ്സ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും. ചിലപ്പോൾ അത് നമ്മൾ സിലബസ് നേരെ നോക്കാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ടൈമിനകത്ത് ചെയ്തു തീർക്കാൻ ടൈം കിട്ടാത്തതായിരിക്കാം, അതിനകത്ത് ചെയ്തു തീർക്കാൻ പറ്റാത്തതായിരിക്കാം. അങ്ങനെ പല ഫാക്ടേഴ്സ് ആയിരിക്കാം. അപ്പോൾ അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് മാത്രമല്ല, ഓരോ എക്സാമും കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുക.
ഓരോ എക്സാമിനും ഓരോ സ്വഭാവമുണ്ട്. ചില സമയത്ത് ഗേറ്റിനെ സംബന്ധിച്ച് ന്യൂമറിക്കൽസ് മാക്സിമം സോൾവ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഗേറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അങ്ങനെയാണ്. ഇപ്പോൾ SSC ആണെങ്കിൽ, SSC എക്സാംസ് ആണെങ്കിൽ ടൈമാണ്. ടൈമിനകത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം അറിയായിരിക്കും, പക്ഷെ ടൈമിനകത്ത് ചെയ്ത് തീർക്കാൻ പറ്റുക എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ ചാലഞ്ച്. അപ്പോൾ ഓരോ എക്സാമിൻ്റെ പ്രിപ്പയർ ചെയ്യുമ്പോഴും അതിൻ്റെ സിലബസ് എടുത്ത് വെച്ച് സിലബസ് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക, കറക്റ്റ് സമയത്തിന് ഉള്ളിൽ സിലബസ് കവർ ചെയ്യാൻ ശ്രമിക്കുക, ടൈം മാനേജ് ചെയ്യുക. ടൈമിനെ കുറിച്ച് നല്ലൊരു ബോധ്യം ഉണ്ടാവണം. അത് മാനേജ് ചെയ്ത് മോക്ക് ടെസ്റ്റ് എല്ലാം ഒന്ന് സ്കിപ്പ് ചെയ്യാതെ എല്ലാം അറ്റൻഡ് ചെയ്ത് കറക്റ്റായിട്ട് നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യിക്കുക. ഇനി എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും എല്ലാ എക്സാമും ക്രാക്ക് ചെയ്യാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.